നമസ്കാരം. കണ്ടവൻ കേട്ടോ കാര്യങ്ങളിലേക്ക് എല്ലാവരും ഞാൻ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണേ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയാണോ? കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ആർട്ട് ഓഫ് ലിവിങ് കോഴ്സിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കണോ. പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വേറൊരു സബ്ജക്റ്റ് എന്തായിരുന്നു? പ്രധാനമായിട്ട് നമ്മൾ ഊർജത്തിൻ്റെ പ്രഭാവത്തെ പറ്റിയിട്ടാണ്. അതിൻ്റെ കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അതാണ്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ വീഡിയോയിൽ പറഞ്ഞ മെഡിറ്റേഷനൊക്കെ ചെയ്ത് നോക്കിയിട്ടുള്ളവർക്കൊക്കെ നല്ല അനുഭവങ്ങൾ ഉണ്ടാവട്ടെ. അല്ലാത്തവർക്ക് അവരുടെ സൗകര്യം വരുന്ന സമയത്ത് ചെയ്യാനും സാധിക്കട്ടെ. ഈ ശരാശരി മനുഷ്യൻ ആവർത്തിച്ചിട്ട് ശരീരത്തെ ദുരുപയോഗപ്പെടുത്തുന്നു എന്നതാണ് രോഗങ്ങളുടെ അടിസ്ഥാനമായിട്ടുള്ള ഒരു പ്രശ്നം. ആ നിലയ്ക്ക് നമ്മളൊക്കെ ഇത്രത്തോളമെങ്കിലും ആരോഗ്യത്തോടെ ഇരിക്കുന്നത് വളരെ ആശ്ചര്യമാണെന്ന് പറയാം അല്ലേ? അറ്റകുറ്റ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്താൽ സ്വയം തീർക്കാൻ നമ്മുടെ ശരീരത്തിനുള്ള സംവിധാനങ്ങൾ നമ്മൾ അത്യന്തം സമർത്ഥമായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വർഷങ്ങളിലൂടെ നമ്മൾ നിരന്തരം നടത്തുന്ന ഈ ദുരുപയോഗത്തിന് ശേഷം മാത്രമേ അതിൻ്റെ ഭവിഷ്യത്ത് ശാരീരികമോ അല്ലെങ്കിൽ മാനസികമോ ആയ രോഗത്തിൻ്റെ രൂപത്തിൽ നാം നേരിടേണ്ടതായിട്ടും വരും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഊർജം സർവ്വജീവന ഔഷധിയാണെന്നാണ് പറയുന്നത് അല്ലേ? അതിൻ്റെ അഭാവമോ അല്ലെങ്കിൽ അതിൻ്റെ കുറവോ ആണ് രോഗങ്ങൾക്ക് തന്നെ കാരണമാകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളിലൂടെയും സമീകൃതമായി ഒഴുകുന്ന വിധത്തിൽ ആത്മീയ ഊർജത്തെ നാം സ്വീകരിക്കുകയും അല്ലെങ്കിൽ നിയന്ത്രിക്കുകയുമാണ് എല്ലാ ചികിത്സയുടെയും പ്രാധാന്യം. അങ്ങനെ പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള രോഗത്തിനടിമയായി തീരും മുമ്പ് തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഊർജത്തെ സംരക്ഷിച്ച് നിവർത്തിക്കുന്നതിനുള്ള ആദ്യ നടപടിയാണ് നിങ്ങളെല്ലാവരും എടുക്കണം എന്നാണ് എനിക്ക് വളരെ വിനീതമായിട്ട് പറയാനുള്ളത്. സ്വയം സുഖപ്പെടുത്തുന്നതിനേക്കാൾ സുഖമുള്ളൊരു കാര്യമില്ല. സ്വയം സുഖപ്പെടുത്തുന്നതെന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ചികിത്സകരാണ് എന്ന നിലയിൽ പേരെടുത്ത പലരും ചികിത്സിക്കുന്നവർ എന്ന നിലയിൽ പേരെടുത്ത പല ആൾക്കാരും സ്വയം രോഗികളായി തീരുമ്പോൾ തീർത്തും നിസ്സഹായരായിട്ട് അങ്ങോട്ട് മാറുന്നുണ്ട്. പക്ഷേ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല എപ്പോഴും കേട്ടോ. രോഗം നമ്മളെ അല്ലെങ്കിൽ മറ്റുള്ളവരെ കീഴ്പ്പെടുത്തും മുമ്പ് സ്വയം സുഖപ്പെടുത്തുവാനുള്ള പരിശ്രമം ആരംഭിക്കുവാനുള്ള ഒരു സാധ്യതയും തൊട്ടകൂടെയുണ്ട്. നിങ്ങളുടെ ഊർജ ശേഖരത്തിന് പിന്നെ ഒരു തരത്തിലുള്ള നഷ്ടവും വരാതെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുമെങ്കിൽ സ്വന്തം വിചാരങ്ങളെ നിയന്ത്രിക്കാനാകുന്ന കാലത്തോളം നിങ്ങൾക്ക് സ്വയം സുഖപ്പെടുത്താനും സാധിക്കുന്നതാണ് അല്ലേ? ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഈ ഊർജത്തിൻ്റെ അളവ് കൂട്ടുന്ന ഒരു ചെറിയൊരു വ്യായാമം കൂടെ നമുക്ക് നോക്കിയാലോ. ഒരു 4-5-6 സ്റ്റെപ്സ് ഉണ്ട്, മെത്തേഡുകൾ. അതിലൊരു പ്രധാന മെത്തേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമ്മൾ നിവർന്ന് എന്നാൽ ബലം പിടിക്കാതെ ഇരിക്കുക, അല്ലെങ്കിൽ ഇരുകാലുകളിലും തുല്യമായി നമ്മളുടെ ശരീരഭാരം താങ്ങി നിർത്തുക. 2, 5 എണ്ണം വരെ ആഴത്തിൽ ശ്വസിക്കുക. 3, പതിയെ 10 എണ്ണിത്തീരുന്ന സമയം കൊണ്ട് ഉച്ഛ്വസിക്കുക. 4, തുടർച്ചയായി 10 ആവർത്തി ഇത് ചെയ്യുക. 5, ഈ വ്യായാമം ചെയ്യുമ്പോൾ താടിയെല്ലുകൾ ശക്തിയായി ചേർന്നമർന്നിരിക്കണം. മുഷ്ടികൾ ചുരുട്ടിപ്പിടിച്ചുമിരിക്കണം. കൈകളും താടിയെല്ലുകളും ഒഴിച്ചുള്ള ശരീരഭാഗങ്ങളെ അയച്ചുവിടേണ്ടതാണ്. ഓരോ പ്രാവശ്യം ശ്വസിക്കുമ്പോഴും ഉച്ഛ്വസിക്കുമ്പോഴും നിങ്ങളിലേക്ക് ഊർജത്തിൻ്റെ വൻ തിരകൾ ഇരച്ചു കയറുന്നതായിട്ട് സങ്കല്പിക്കണം. ഈ വ്യായാമം പൂർത്തിയാക്കി കഴിഞ്ഞ്
15-20 മിനിറ്റുകൾക്കകം നിങ്ങൾക്ക് വ്യക്തമായ ഒരു എനർജി, ഒരു ഊർജപ്രവാഹം നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറി വരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. ഈ വ്യായാമം പൂർത്തിയായി കഴിഞ്ഞ് 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റുകൾക്കകം നിങ്ങളുടെ ശരീരത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാൻ പറ്റും. നിങ്ങൾ ഉൾക്കൊള്ളുന്ന മൊത്തം ഊർജത്തിൻ്റെ അളവിലും പൊതുവായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടല്ലോ, അതിനൊരു വർധനവ് എന്നൊക്കെ പറയില്ലേ, അത് കൂടി വരുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഈ ശരീരത്തിൽ കൂടുതലായിട്ട് കാണുന്ന ഈ ഊർജം നമുക്ക് കുറേ നേരം മണിക്കൂറുകളോളം നിലനിൽക്കും കേട്ടോ. ഇത് നിങ്ങൾ ദിവസത്തിൽ ഒരു തവണയെങ്കിലും ചെയ്താലാണ് നിങ്ങളുടെ ശരീരത്തിലെ ഊർജത്തിൻ്റെ അളവ് ക്രമാതീതമായിട്ട് കൂടി വരികയുള്ളൂ. ഇത് ചെയ്തു തുടങ്ങിയിട്ട് ഒരു മാസമൊക്കെ എത്തുമ്പോഴേക്ക് തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ അറിയാൻ പറ്റുമല്ലോ. ഒരു രോഗത്തിനും ഒരു രോഗാണുവിനും നിങ്ങളെ തൊടാൻ പറ്റില്ല. അത്രമാത്രം നിങ്ങൾക്ക് ആരോഗ്യവാനായി തീരും നിങ്ങൾ, അല്ലെങ്കിൽ ആരോഗ്യവതികളായിട്ട് തീരും. ഊർജവർദ്ധനയ്ക്കുള്ള പടികൾ സ്വീകരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ തെറ്റായിട്ടുള്ള ആഹാരക്രമം ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ശരിയാക്കി എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് മാത്രമല്ല, ആഹാരക്രമം മാത്രമല്ല, നമ്മുടെ വിചാര രീതികളും അല്ലേ, നമ്മുടെ ചിന്തകൾ, മനസ്സിൻ്റെ ഓട്ടം ഉണ്ടല്ലോ, ഇതൊക്കെ ഈ രീതികളൊക്കെ ഒന്ന് ഉപേക്ഷിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് മാറ്റം വരുത്താനെങ്കിലും നമ്മൾ തയ്യാറാവണം. കൃത്യമായിട്ടുള്ള ഒരു ഭക്ഷണക്രമം നിർദ്ദേശിക്കുക പ്രയാസമാണ് കേട്ടോ. ഉണ്ടാവുമായിരിക്കാം, പക്ഷെ എനിക്കതറിയില്ല പറഞ്ഞുതരാൻ. കാരണം ഓരോ മനുഷ്യ വ്യക്തിയും മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നമാണ് അല്ലേ. ഒരാൾക്ക് അമൃതായത് മറ്റൊരാൾക്ക് ചിലപ്പം വളരെ വിഷമായിട്ടായിരിക്കും തോന്നുക, അല്ലെങ്കിൽ അനുഭവം ഉണ്ടാവുക. അപ്പം നിങ്ങൾക്ക് ഉചിതമായ ഭക്ഷണക്രമം കണ്ടെത്തുക, അത് പാലിക്കാനുള്ള ധൈര്യം കാണിക്കുക. അതിനോട് കൂടിയിട്ട് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എല്ലാ ദിവസവും കുറച്ച് വ്യായാമം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുകയും വേണം. അത് അധികമാവാനും പാടില്ല കേട്ടോ. അതിൽ കിടക്കുന്നത് എന്തും ദോഷകരമാവും. നമ്മുടെ ശരീരത്തിലുള്ള രക്തത്തിൻ്റെ ഊർജം, എന്തായാലും പറയുക, ബ്ലഡ് സർക്കുലേഷനൊക്കെ സജീവമായി നിലനിർത്തുകയാണ് ഈ എക്സസൈസ് കൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ നടക്കുന്നതൊക്കെ നല്ലതാണ്. നടത്തം പോലുള്ള വളരെ ആയാസകരമായിട്ടുള്ള വ്യായാമങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും അപകടം മൂലമോ നിങ്ങൾക്ക് നിയന്ത്രിക്കാനാവാത്ത സാഹചര്യങ്ങൾ മൂലമോ നിങ്ങളുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതൊരു രോഗമോ വേദനയോ അല്ലെങ്കിൽ നാഡീസംബന്ധമായിട്ടുള്ള വല്ല പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെയാണ് കാരണം എന്നുണ്ടെങ്കിൽ, അങ്ങനെ എന്തു തന്നെയാണെങ്കിലും വേഗം തന്നെ വേണ്ടത് ചെയ്താൽ അതിനെ മാറ്റിയെടുക്കാൻ കഴിയൂട്ടോ. ചിന്തയും ദൃശ്യവൽക്കരണത്തിനുള്ള കഴിവുമാണ് ഇതിനുള്ള ഒരു ടൂള്, അല്ലെങ്കിൽ ഇതിനെ കണക്ട് ചെയ്യുന്നൊരു താക്കോല്. അത്തരം സാഹചര്യങ്ങളെ നേരിടുന്നതിനുള്ള ലളിതമായിട്ടുള്ള ഒരു വ്യായാമമുണ്ട്. അതും കൂടെ നമുക്ക് നോക്കിയിട്ട് നിർത്താം അല്ലേ. ഒന്നാമതായിട്ട് സുഖകരമായ ഒരു കസേരയിൽ ഇരിക്കുക. തല നിവർന്നും നട്ടെല്ല് നിവർന്നും ഇരിക്കണം. കാലുകൾ അകത്തി വെച്ച് കൈകൾ ചുരുട്ടാതെ മടിയിൽ തുറന്നു വയ്ക്കുക. 2. മേഘപടലം പോലുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ധവളപ്രകാശത്താൽ നിങ്ങൾ പൊതിയപ്പെട്ടിരിക്കുന്നതായിട്ട് ദൃശ്യവൽക്കരിക്കുക. 3. പിന്നെ ആ വെളിച്ചം വേദനയുള്ള നിങ്ങളുടെ ആ ഭാഗത്ത് കേന്ദ്രീകരിക്കുന്നതായി ദൃശ്യവൽക്കരിക്കുക. 4. തകരാറ് ഹൃദയത്തിനോ ശ്വാസകോശത്തിനോ ആണെങ്കിൽ വെളിച്ചം കേന്ദ്രീകരിക്കേണ്ടത് നെഞ്ചുഭാഗത്തെ 5-ാമത്തെയും 7-ാമത്തെയും കശേരുക്കളിലാണ്. ഇത് തോളെല്ലുകൾക്കിടയിലും താഴെയുമായിട്ടാണുള്ളത്. 5. നാഡീസംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് വെളിച്ചം കേന്ദ്രീകൃതമാകുന്നതായിട്ട് സങ്കല്പിക്കേണ്ടത് നെഞ്ചിൻകൂടിന് താഴത്തേക്ക് 5-ാമത്തെ കശേരുവിലാണ്.
ഇത് തളർന്ന നാഡീവ്യൂഹത്തിന് പുതിയൊരു ഉന്മേഷവും അല്ലെങ്കിൽ പുതുജീവൻ നൽകുന്നതാണ് പറയുന്നത്. ഈ 5 മെത്തേഡുകളും ഇതുപോലെ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത, സഹിക്കാൻ പറ്റാത്ത വേദനയോ ബുദ്ധിമുട്ടുകളോ ഉള്ള അസുഖങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ വക കാര്യങ്ങളൊന്നും ചെയ്തു നോക്കാൻ നിൽക്കണ്ട. മറ്റൊരാളെ സുഖപ്പെടുത്തുക അല്ലെങ്കിൽ സാധാരണഗതിയിൽ സ്വയം സുഖപ്പെടുത്തുന്നതിനേക്കാൾ എളുപ്പമാണ് അല്ലേ ഈ ഊർജ്ജം സംഭരിച്ച് രോഗിയിലേക്ക് പകർന്നു നൽകുക എന്നതാണ് ഏറ്റവും നല്ലൊരു രീതി. അപ്പോഴും മറ്റൊരാളെ ചികിത്സിക്കാനോ സുഖപ്പെടുത്താനോ ശ്രമിക്കുന്നതിന് മുമ്പ് ചികിത്സകനായിട്ടുള്ള നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടതാണ് ആവശ്യം. നിങ്ങൾ പരിപൂർണമായും ആരോഗ്യവാനാണ് അല്ലെങ്കിൽ ആരോഗ്യവാന്മാരായിരിക്കണമെന്നത് പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം മിക്കപ്പോഴും ഇത് രോഗശാന്തിക്ക് അത്യന്താപേക്ഷികമായിട്ടുള്ള ഘടകമായി തീരുന്നു. നിങ്ങളുടെ ഉദ്ദേശവും ശുദ്ധമായിരിക്കണം കേട്ടോ. നിങ്ങൾ സമ്പൂർണമായും ഹൃദയശുദ്ധിയുള്ള ഒരാളായിരിക്കണം എന്നല്ല ഇതിനർത്ഥം. രോഗിയെ നിങ്ങൾ മനസ്സ് തുറന്ന് അല്ലെ വളരെ സത്യസന്ധമായിട്ടാണല്ലോ സഹായിക്കുക. അത് തന്നെയാണ്, അത് മാത്രം തന്നെ ആയിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം എന്ന് മാത്രമാണ് ഈ ഉദ്ദേശശുദ്ധി എന്നതുകൊണ്ട് ഈ ഒരു പ്രയോഗം കൊണ്ട് ഞാൻ പറയണത് കേട്ടോ. ഈ കച്ചവട മനസ്ഥിതിയോടെയോ അല്ലെങ്കിൽ പൊങ്ങച്ചത്തിനൊക്കെ വേണ്ടിയിട്ടോ രോഗശമന നടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പരീക്ഷിക്കാനൊന്നും ഈ വക കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. രോഗിയുടെ അസുഖത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഒരു ചെറിയൊരു വിവരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. ഈ രോഗശമന ശുശ്രൂഷയ്ക്ക് ഒരുങ്ങുന്നതിന് മുമ്പ് നിങ്ങളിൽ തന്നെ വർദ്ധിച്ച തോതിൽ ഈ പറയുന്ന ആത്മീയ ഊർജം സംഭരിച്ചു വെക്കേണ്ടത് ആവശ്യമാണ് കേട്ടോ. ഊർജം നിങ്ങളിലേക്ക് പ്രവഹിക്കുന്നതായി ദൃശ്യവൽക്കരിക്കുകയും അതിൻ്റെ ശക്തി ഇന്ദ്രിയങ്ങളാൽ അറിയുകയും വേണം. മറ്റൊരാളെ സഹായിക്കുക എന്ന നിസ്വാർത്ഥമായ ലക്ഷ്യത്തോടെ വേണം നിങ്ങൾ ഇതൊക്കെ സംഭരിച്ചു വെക്കേണ്ടത്. അതുപോലെ ബോധപൂർവം സ്വയം ബന്ധിക്കണം. അപ്പോഴേ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം അതിനെ നിയന്ത്രിക്കാനാകൂ. പിന്നെ 7 എണ്ണം വരെ അല്ലെങ്കിൽ ആ കണക്കിൽ 7 എണ്ണം എന്ന കണക്കിൽ 3 പ്രാവശ്യം നിങ്ങൾ ആഴത്തിൽ ശ്വസിക്കുക. ഉച്ഛ്വസിക്കുകയും ആഴത്തിലാകണം. ഇത് ചെയ്യുമ്പോൾ ഇരു കൈകളുടെയും ആദ്യത്തെ 2 വിരലുകളും തമ്മിൽ ചേർന്നിരിക്കണം. കൈകൾ തമ്മിൽ സ്പർശിക്കരുത്. രോഗശമന ശ്രമത്തിന് ശേഷം അല്ലെങ്കിൽ അതോടെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി നിങ്ങൾ രോഗശമന ശ്രമത്തിന് തയ്യാറായി കഴിഞ്ഞു എന്നാണ് കാണേണ്ടത്. 1. രോഗിയോട് കഴിയുന്നത്ര ശാന്തനാകാൻ പറയുക. കാട്ടിലെ നിർമ്മലമായ ഒരു ജലാശയത്തെക്കുറിച്ച് ചിന്തിക്കാൻ അയാളോട് ആവശ്യപ്പെടുക. ഓരോ ഘട്ടത്തിലും നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് രോഗിയോട് പറയുക. ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തിയുടെ ശക്തി എത്രയും പെട്ടെന്ന് ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. 2. രോഗിയെ അനുകൂലമായ ഒരു മാനസികാവസ്ഥയിലാക്കിയതിനു ശേഷം ഒരിക്കൽ കൂടി സ്വന്തം ഊർജ്ജ സംഭരണം നിങ്ങൾ ആവർത്തിക്കുക. ഊർജ്ജം മുകളിൽ നിന്ന് പ്രവഹിച്ച് ഹൃദയഭാഗത്ത് കേന്ദ്രീകരിക്കുന്നതായി ദൃശ്യവൽക്കരിക്കുക. അത് രോഗിയിലേക്ക് പ്രവഹിക്കാൻ നിങ്ങൾ ഒരുക്കമായി തീരുന്നതുവരെ ഇച്ഛാശക്തി കൊണ്ട് അതിനെ അവിടെ തന്നെ നിർത്തണം. രോഗമെന്തെന്ന് തീർച്ചയില്ലെങ്കിൽ ആ ഊർജത്തെ രോഗിയുടെ ഹൃദയഭാഗത്തേക്ക് സംക്രമിപ്പിക്കുക. മുതുകിലൂടെ നട്ടെല്ലിൻ്റെ ഇടതുവശത്ത് തോളെല്ലുകൾക്കിടയിലൂടെയാണ് ഇത് ചെയ്യേണ്ടത്. ഇത് 2 തരത്തിലായിട്ട് നമുക്ക് ചെയ്യാം. 1 സ്പർശം മൂലവും 2 പ്രസരണം മൂലവും ചെയ്യാം. ഈ 2 കാര്യങ്ങളും നമുക്ക് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ ഇത്ര നേരം എന്നെ കണ്ടും കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹ സന്തോഷം അറിയിക്കുകയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.